ഹലോ ഓൾ. ഇനി നമ്മൾ നോക്കുന്നത് അബ്ദുൾ റസാഖ് ഗുൻറ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ റൈറ്ററിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അത് നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇത് ഒരു സമ്മറി ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്, സ്ലൈഡാണ്. നിങ്ങൾ ഇതിനൊരു സമ്മറി പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മതി. ലാസ്റ്റത്തെ മൊഡ്യൂൾ ആയതുകൊണ്ട് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് പുഷ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അബ്ദുൾ റസാഖ് ഗുൻറ ഹി വാസ് എ റിനൗണ്ട് നോവലിസ്റ്റ് ആൻഡ് അക്കാഡമിഷ്യൻ ഓഫ് ടാൻസാനിയൻ നോവലിസ്റ്റും അതുപോലെ തന്നെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു മനുഷ്യനും പേഴ്സണാലിറ്റി ആയിരുന്ന ആൾ. സോ ഇയാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഈ എന്താ പറയുക, അറബ് പോപ്പുലേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ സിവിൽ കോൺഫ്ലിക്റ്റ് ഇൻ സാൻസിബാർ ലെഡ് ടു കോണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് അഗെയിൻസ്റ്റ് അറബ് പോപ്പുലേഷൻ ആൻഡ് സൂൺ ഗുൻറ ഫെൽറ്റ് ഹിസ് ഹോം ആസ് അൺകംഫർട്ടബിൾ സ്പേസ്. He migrated to England to pursue university education, received doctorate from University of Kent, where he later served as professor in post-colonial literature. ആളുടെ നാട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതേപോലത്തെ ഇങ്ങനെ ഇവരുടെ പോപ്പുലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവരവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് പോയതാണ്. ഓക്കെ, അവിടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റിൽ നിന്നിട്ടാണ് ആൾ PhD എടുത്തത്. അവന് അവിടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ പ്രൊഫസറായിട്ടാണ് ആൾ ജീവിച്ചിരുന്നത്. പിന്നെ ആളുടെ റൈറ്റിംഗ്സിൽ പ്രധാനമായിട്ടും പറയുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഹിസ് റൈറ്റിംഗ് ഡോക്യുമെന്റഡ് ബ്രിട്ടീഷ് ഇമിഗ്രന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ ലൊക്കേറ്റഡ് വിത്തിൻ 2 cultural spaces by undertaking philosophical writings of Abdul Razak Gundra. The issue of identity, memory and displacement dominated the form and സോ കൂടുതലും ഇയാൾ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നിട്ടുള്ളതാണ്. സ്പിരിച്വൽ സ്പേസുകൾ, അതേപോലെ തന്നെ മെമ്മറി, ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഒരു ബ്രിട്ടീഷുകാരനായ ഒരാൾ, ഇയാളൊരു ടാൻസാനിയക്കാരനാണ്. അപ്പോൾ ഒരു കൾച്ചറുള്ള ആൾ ഈ ബ്രിട്ടീഷിനുള്ളിൽ ജീവിക്കുമ്പോഴുള്ള പ്രോബ്ലംസ്, കൾച്ചറൽ ഇഷ്യൂസ്, ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, അവരുടെ മെമ്മറി, പണ്ട് കാലത്തെ മെമ്മറീസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇയാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊളോണിയലിസം എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ടും ഒരു സംഭവം, ഒരു കൃതി ആൾ എഴുതിയിട്ടുണ്ട് കൊളോണിയലിസ്റ്റ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അയാൾ കൊളോണിയലിസ്റ്റ് വിളിക്കുന്നത് ഗ്രേറ്റ് മെഷീനറി ഓഫ് കോൺക്വസ്റ്റ് ആൻഡ് എംപയർ. ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു എംപയർ കോൺക്വസ്റ്റ്, പിടിച്ചടക്കലിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ കൊളോണിയലിസ്റ്റ് കുറിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ in Gundra's style of story writing, character memories comes to the terms with burdens of past. Gundra's novels interrogate the ways in which writing can embody shocking memory, where personal evils always encounter larger traumas of past and present history, such as colonialism, വേൾഡ് വാർ, ബോൺസേനിയൻ വാർ. ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക ആളുകളുടെ പഴയ കാലത്തെ പാസ്റ്റിൻ്റെ ഇഷ്യൂസ്, ഓക്കെ, അതുപോലെ തന്നെ പണ്ടത്തെ മെമ്മറീസ്, അതുപോലെ തന്നെ പണ്ടത്തെ പല ട്രോമ, നമ്മൾ പറയില്ല മറക്കാൻ പറ്റാത്ത വിഷമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കൊളോണിയലിസം, ഹിസ്റ്ററി തീംസൊക്കെയാണ് ആളുടെ വർക്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുക. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്. ദ നറേറ്റീവ് ആർ പെർമിസ്ഡ് ഓൺ ദ സ്റ്റാറ്ററിംഗ് ആൻഡ് ഇമ്പാക്ട് ഓഫ് മൈഗ്രേഷൻ ടു എ ന്യൂ ജിയോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഹാസ് ദ ക്യാരക്ടേഴ്സ് ഐഡൻറ്റിറ്റീസ്. അതായത് ഒരു ക്യാരക്ടർ വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ജിയോഗ്രഫിയിലേക്ക് പോയതിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ആൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. ദെൻ പ്രസൻറ്റ് എറ, ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പ്രസൻറ്റ് എറയിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആൾ എഴുതിയത്. അതായത് കൊളോണിയൽ പാസ്റ്റ് ഉണ്ടാക്കുന്ന പല പ്രസൻറ്റ് എറ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ആൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ പല ഇഷ്യൂസ്, ഇപ്പം നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ടും ആൾ എഴുതിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഇൻ്റർവ്യൂ, ഇതൊരു വീഡിയോ ഇൻ്റർവ്യൂ ആണ്, പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത് വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും. അതുപോലെ എൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 മാർക്ക് സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അതൊന്ന് നോക്കി വായിച്ച് പോയാൽ മാത്രം മതി. ദ വീഡിയോ ഫീച്ചേഴ്സ് ആൻ എൻഗേജിങ് conversation exploring the relationship between reading, writing and personal development, particularly from perspective of a writer reflecting on their own upbringing and influences. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയണത് ആസ് എ റൈറ്റർ, ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ അപ്ബ്രിങ്ങിങ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. സോ ഈ ഒരു സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ ഇയാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു തുടക്കത്തിലേക്ക് ചൈൽഡ്ഹുഡിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ, അതുപോലെ തന്നെ വിവിഡ് ഇമേജറീസ്, പല ഇമേജസ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന രീതി, എയ്സപ്പ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ വായിക്കാൻ കിട്ടില്ല, ഇങ്ങനത്തെ ഈ ഒരു ഗുണപാഠമുള്ള കഥകൾ ഉണ്ടാവില്ല, സിംഹം, എലി, മുയൽ, ആമ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ കഥകളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് എങ്ങനെയാണ് വന്നത്. ദെൻ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ പറയണത്. ഈ പറയണത് ഫുൾ ആ ഇൻ്റർവ്യൂവിൽ പറയണതിൻ്റെ സമ്മറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്പീക്കർ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു വേൾഡ് വ്യൂവിൽ ഒരു ഹോമിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന പല എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു വീടിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരു ഹോം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ചാലഞ്ച് അതെങ്ങനെയൊക്കെയാണ് പല പല എക്സ്പീരിയൻസസ് ആയിട്ട് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ ഇൻ്റർവ്യൂവിൽ ആൾ ചോദിച്ചു. അതിങ്ങനെ ഒരു കോൺവെർസേഷൻ പോലെയാണ്. ഇതെൻ്റെ സമ്മറി മാത്രമാണ് കേട്ടോ. പിന്നെ they draw parallels between traumatic events and resilience displayed in human relationship, exploring themes of family dynamics, power and kindness. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ പറയുന്ന വേറെ സംഭവമാണ് അങ്ങനത്തെ ഇവൻറ്റുകൾ ഉണ്ടാക്കുന്ന ട്രോമാറ്റിക് ഇവൻറ്റുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫാമിലി ഡൈനാമിക്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പവർ, കൈൻഡ്നസ്, ഇതെല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. The inspiration for the writings arises from a desire to portray truthfully the experience of individuals, especially marginalized communities, while crafting beautiful narratives that resonate on multiple levels. So ഈ ഒരു റൈറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് വന്നത്, അവരുടെ ഇൻഡിവിജ്വൽ സ്വഭാവത്തിൽ എങ്ങനെയൊക്കെ വന്നു, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് എങ്ങനെയൊക്കെ എഴുതുന്നു, ബ്യൂട്ടിഫുൾ നറേറ്റീവ്സ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ എങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നു, അതിനൊക്കെ ഒരു ഉത്തരമാണ് ഇയാൾ ഈ ഇൻ്റർവ്യൂവിൽ തരുന്നത്. ഈ ഒരു കോൺവെർസേഷൻ പിന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെസസിറ്റി ഓഫ് റൈറ്റിംഗ് ആസ് എ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണക്റ്റിംഗ് വിത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസ്. മനുഷ്യൻ്റെ എക്സ്പീരിയൻസസ് കണക്ട് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് എഴുത്ത് എങ്ങനെ മാറുന്നു എന്നും ഇയാൾ ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടച്ച് അപ്പോൺ ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ ബോർഡനിങ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, അഡ്വക്കേറ്റിംഗ് എ റിച്ച് ടൈപ്പസ്ട്രി ഓഫ് വോക്കൽസ് ഇൻ ദ ലിറ്റററി ഡിസ്കോഴ്സ്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ റോൾ എന്താണ്, ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ആളുകളുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ, കൾച്ചറുകളെ കുറിച്ച് അറിയാൻ. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺക്ലൂഷൻ എത്തുമ്പോൾ, ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കൺക്ലൂഷൻ എത്തുമ്പോൾ സ്പീക്കർ പറയുന്നുണ്ട് റൈറ്റിങ്ങിൽ എപ്പോഴും പെർസിസ്റ്റൻസ് നന്നായിട്ട് വേണം. അതായത് ഒരു എഴുത്ത് കിട്ടിയിട്ട് ആ എഴുത്ത് എഴുതിയിട്ട് നമ്മൾ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്. വീണ്ടും 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 എഴുതിക്കൊണ്ടിരിക്കണം. അതിനാണ് പെർസിസ്റ്റൻസ് പറയുന്നത്. So that writing process itself is multi-factured and can be both challenging and rewarding. റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പ്രശ്നം നല്ലതും ആവാം ചീത്തയാവാം. ഇപ്പോൾ എഴുത്തുകാരനായിട്ട് ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ക്രിയേറ്റിവിറ്റി കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഇതെല്ലാം അതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ആണ്. Early roots of passion, love for reading began with storytelling from family, emphasizing importance of narratives in childhood. ഇയാളുടെ വായനയോടുള്ള താല്പര്യം വന്നത് വീട്ടുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്, പാരൻസ് ആണ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കഥാപുസ്തകങ്ങൾ അങ്ങനത്തെ നിന്നാണ് വായനയോടുള്ള താല്പര്യം വന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഓഫ് സ്റ്റോറീസ്, ഫെമിലിയർ സ്റ്റോറീസ് ഓഫൺ കണ്ടെയ്ൻ ഡീപ്പർ ലെയേഴ്സ്, എക്സ്പാൻഡിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ആസ് ദേ ആർ റിവൈസ്ഡ് ഇൻ അഡൾട്ട്ഹുഡ്. സോ സ്റ്റോറീസിന് പല പല മീനിങ് വരും, ഡീപ്പ് ലെയർ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചൈൽഡ്ഹുഡിൽ വായിച്ചൊരു സ്റ്റോറിയുടെ മീനിങ് ചിലപ്പോൾ നമുക്ക് അഡൾട്ട്ഹുഡിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. സോ അതാ പറഞ്ഞില്ല, വായന ഒരിക്കലും നിർത്തരുത്, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഉള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് അപ്ബ്രിങ്ങിങ്, ഡിസ്റ്റൻസ് ഫ്രം one's upbringing and can catalyze reflection and understanding, shaping our writer's perspective. അതുപോലെ തന്നെ അപ്ബ്രിങ് ചെയ്യുന്ന രീതി, അതായത് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വളർത്തി വരുന്ന രീതി, അതിൻ്റെ പാരൻസ് എന്താ അതിന് കൊടുക്കുന്നോ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. എൻ്റെ പാരൻസ് ഒരുപാട് എനിക്ക് റീഡിങ്, റൈറ്റിംഗ് അങ്ങനത്തെ സാധനത്തിലാണ്, അങ്ങനെയാണ് അപ്ബ്രിങ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ അപ്ബ്രിങ്ങിങ്ങിൻ്റെ എഫക്റ്റ് എനിക്കും റിഫ്ലക്റ്റ് ആയത് അങ്ങനെയാണ്. സോ അതാണ് ഇൻഫ്ലുവൻസ് ഓഫ് അപ്ബ്രിങ്ങിങ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പവർ ഓഫ് റൈറ്റിംഗ് ഈസ് സീൻ ആസ് എ നെസസറി അവന്യൂ ഫോർ ഡിസ്കഷനിങ് വൈറൽ ഇഷ്യൂസ്, ഹെൽപ്പിംഗ് ദ റൈറ്റർ ആൻഡ് റീഡേഴ്സ് അലൈക്ക് ടു മേക്ക് എ സെൻസ് ഓഫ് വേൾഡ്. റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു വൈറ്റൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അതായത് എഴുതുക എന്ന് പറഞ്ഞൊരു സാധനം ഒരു നെസസറി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതായത് റൈറ്ററും റീഡറിനും ഒരേപോലെ ലോകത്ത് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ വായിക്കുന്ന ആളുകൾ എഴുതുന്നവരായിരിക്കണം. ഒന്നുമില്ല, നമ്മളെല്ലാവർക്കും എഴുത്ത് എന്ന് പറഞ്ഞ സാധനം കഴിവായിട്ടുള്ളതാണ്, അത് പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്താൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിവേഴ്സിറ്റി, ലിറ്ററേച്ചർ ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് വേരിയഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഫോസ്റ്ററിങ് എംപത്തി അക്രോസ് കൾച്ചറൽ ഡെറിവേറ്റീവ്സ്. അതായത് ഡിവേഴ്സിറ്റി ഓഫ് ലിറ്ററേച്ചർ നമ്മൾ വായിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നിട്ട് കേരളത്തിലുള്ള ലിറ്ററേച്ചർ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ കുറിച്ച് ലിറ്ററേച്ചറിന് അറിയാൻ പറ്റില്ല. നോർത്തിലുള്ള ലിറ്ററേച്ചർ വായിക്കണം, സൗത്തിലുള്ളത് വായിക്കണം, ഈസ്റ്റിലുള്ളത് വായിക്കണം, വെസ്റ്റിലുള്ളത്, പുറം ലോകത്തുള്ള ലിറ്ററേച്ചർ വായിക്കണം. അങ്ങനെ ഡിവേഴ്സ് ലിറ്ററേച്ചർ നമ്മൾ വായിക്കണം. അപ്പോഴാണ് എന്താണ് ഹ്യൂമൻ എക്സ്പീരിയൻസ് കൂടുതലും നമുക്ക് അറിയാൻ പറ്റുക.
പിന്നെ ആൾ ലാസ്റ്റ് പറയുന്ന പോയിന്റാണ് പെർസിസ്റ്റൻസ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, നമ്മളെപ്പോഴും റൈറ്റിങ്ങിൽ പെർസിസ്റ്റൻ്റ് ആവണം. നിങ്ങളൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുതുന്ന ഒരാളാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, കണ്ടിന്യൂസ് റൈറ്റിംഗ്, സെൽഫ് ഡെഡിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ റൈറ്റേഴ്സ് ടു ഫൈൻഡ് ദർ വോയിസ് ആൻഡ് റിഫൈൻ ദർ ക്രാഫ്റ്റ്. നമ്മൾ പറഞ്ഞില്ല, ഒരു ക്രാഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു കഴിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതോറുമാണ് അത് ഏറ്റവും ബെസ്റ്റ് ആവുക. സോ റൈറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ്, പെർസിസ്റ്റൻസ് ഇൻ റൈറ്റിംഗ് തന്നെയാണ് റൈറ്റിങ്ങിൽ പെർഫെക്ഷൻ കിട്ടാനുള്ള ഒരേ ഒരു വഴി. പിന്നുള്ളത് ഇമ്പാക്ട് ഓഫ് റെക്കഗ്നിഷൻ ആൻഡ് വിന്നിംഗ് ദ നോബൽ പ്രൈസ് ബോട്ട് ഇൻക്രീസ് അവയർനെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പാക്ടിങ് ദ റൈറ്റേഴ്സ് ലൈഫ് ആസ് സിഗ്നിഫിക്കൻ്റ്. ആൾ പറയുകയാണ്, എനിക്ക് ഈ എൻ്റെ ഒരു എഴുത്ത് ഞാൻ പെർസിസ്റ്റൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് മാത്രമാണ് നോബൽ പ്രൈസ് നേടാനായിട്ട് പറ്റിയത്. സോ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ കാരണം അതാണ്, എൻ്റെ ആ പെർസിസ്റ്റൻസ് ഉള്ള കഴിവ് ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ പോയതിനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ.